നീ നവീനെ മണിയടിച്ച് ഒരുപാട് സമ്പാദിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓ അയ്യോ എന്റെ അമ്മാവ, നമുക്ക് പ്രത്യേകിച്ച് സമ്പാദ്യം ഒന്നും ഇല്ലേ. ഇതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്താ നവീൻ സാറ് കൂടി വന്ന ഒരു ഫുള്ള് മേടിക്കാനുള്ള പൈസ തരും. താനിപ്പോ എന്താ പറഞ്ഞേ? ഇതൊക്കെ ശരിയാക്കി കൊടുത്ത ഒരു ഫുള്ള് മേടിക്കാനുള്ള പൈസ തരുന്നു. ഇത് ശരിയാക്കി കൊടുത്താ ഒരു ഫുള്ള് വാങ്ങിക്കാനുള്ള കാശ് കിട്ടും. അത് ഗ്യാരണ്ടിയാ. എന്നിട്ട് താനെന്താടോ ഇത് നേരത്തെ പറയാത്തത്? താനിങ്ങോട്ട് മാറി. അതെ, നമ്മുടെ കുടുംബത്തില് ഒരു നല്ല കാര്യം നടക്കുമ്പോ നമ്മൾ ഉത്സാഹത്തോടെ നെഞ്ചും വിരിച്ചു നിന്ന് അതങ്ങ് ചെയ്തു തീർക്കണം. അല്ലാതെ ഈ കയ്യും കെട്ടി വെറുതെ നോക്കി നിൽക്കുന്ന ചില ആൾക്കാർ. സത്യം പറഞ്ഞ അത്തരക്കാരോട് എനിക്ക് ഭയങ്കര പുച്ഛമാ മാണിക്കുഞ്ഞ്. ഓന്ത് മാറോ ഇതുപോലെ? മാണിക്കുഞ്ഞിപ്പോ എന്താ പറഞ്ഞേ? ഒന്നുമില്ല. അതിപ്പോ പറഞ്ഞാലും സാരമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇതങ്ങ് തീർക്കണം. എന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ സാധനം മേടിക്കണ്ടേ? ഉറങ്ങുന്നതിന് മുമ്പോ? എടോ, താനല്ലേ പറഞ്ഞത് ഇത് കെട്ടി തീർത്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ എടുത്ത് തരാന്ന്? അത് ഉറങ്ങുന്നതിന് മുമ്പല്ലേ കഴിക്കേണ്ടത്. ഓ, അത് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് കുഴപ്പമില്ല, നമുക്ക് വേഗം പണി തീർക്കാം അല്ലേ? ഇവിടെ അവിടെ തൂക്കുന്നേ. അപ്പുറത്ത് തൂക്ക്. അമ്മ അതെ അവിടെ തൂക്ക്. ഇവിടെ തൂക്കുന്നേ. നമുക്ക് മേടിക്കട്ടെ. അങ്ങനെ ഇന്ന് ഞങ്ങൾ പൊളിക്കും. ഇത് വേഗം തീർത്തിട്ട് വേണം നമുക്ക് പോവാൻ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അല്ല നിർമ്മലേ, നമ്മുടെ മാണിക്കുഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ ഞാനൊന്ന് സഹായിക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. ഒരു സഹായം ചെയ്യണ്ട. ഇങ്ങോട്ട് വരുന്നുണ്ടോ നിങ്ങള്? ചെല്ല് ചെല്ല്. ഈ മണിയറയിലേക്കേ കീർത്തി വരാത്തതിന്റെ ദേഷ്യമാണ് അമ്മായിക്ക്. അതേടാ, എനിക്ക് ദേഷ്യം തന്നെയാ. അതിന് നിനക്കെന്താ? നവീന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന വാങ്ങിച്ചിട്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നടന്നോണം. അല്ലാതെ എന്നെ ഭരിക്കാനൊന്നും നീ വരണ്ട. എന്തായാലും ഒരുക്കങ്ങളൊക്കെ നന്നായി നടക്കട്ടെ. നീ ഒരുക്കുന്നതേ മണിയറയല്ല, ശവമഞ്ചവാ. ശവമഞ്ചം. ഈ ശവമഞ്ചത്തില് രാത്രി എന്താ നടക്കാൻ പോകുന്നതെന്നും എന്താ ഉണ്ടാകുക എന്നുള്ളതും നാളെ രാവിലെ നമ്മളും അറിയും, ഈ നാട്ടുകാരും അറിയും. നിങ്ങളോട് വരാനല്ലേ പറഞ്ഞേ? ഉറങ്ങുന്നതിന് മുമ്പ് എന്നെ കൂടെ ഓർക്കണം.